Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് OPD പ്രോബ്ലംസ് ആണല്ലേ, ജനറൽ പ്രോബ്ലംസ് ആൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ്. ഓക്കെ അല്ലേ രണ്ട് പ്രോബ്ലംസും? ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മെത്തേഡ്സ് ടു സോൾവ്. ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാം അതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? Okay, methods to solve. First one, adequate directional sign. എന്താണ് ഡയറക്ഷണൽ സൈൻ എന്ന് പറഞ്ഞാല്? ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ? adequate directional sign എന്താണ്? എന്തായിരിക്കാം? സിമ്പിൾസ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. ഓക്കെ, നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടുണ്ടാവില്ലേ, എന്താണ് എക്സിറ്റ്, വേ ഔട്ട്, വേ ഇൻ, അതുപോലെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, സൈൻ ബോർഡുകൾ, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, അതിൽ ഡോക്ടേഴ്സിന്റെ പേരുകൾ അല്ലെ, ഓക്കെ, അതിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സൈൻ ബോർഡുകൾ, അതുപോലെ തന്നെ രോഗികൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസുകൾ, സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കി, computerized registrations and electronic record keeping for retrieval. Retrieval എന്ന് പറഞ്ഞാല് വീണ്ടെടുക്കാം, വീണ്ടെടുക്കൽ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ എന്താണ് ഡാറ്റകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കയറ്റും അല്ലെ, കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യാറുണ്ട്. ഓക്കെ, രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോ അങ്ങനെയല്ല ചെയ്യാറ്, നമ്മുടെ പേര് വിവരങ്ങളൊക്കെ അതിലേക്ക് ചെയ്യും കമ്പ്യൂട്ടറിൽ. നമുക്കൊരു ഫോം തരും, നമ്മളുടെ പേര് വിവരങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടറൈസിൽ അല്ലെ, കമ്പ്യൂട്ടറൈസിലോട്ട് കയറ്റും അല്ലെ, കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റർ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഡാറ്റകളൊക്കെ എൻ്റർ ചെയ്യുകയും, നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ നമ്മുടെ ഫയലുകൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫയലുകൾ പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്ത് വീണ്ടെടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യണം. പേഷ്യൻസിനെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവരുടെ ഫയലുകളൊക്കെ വീണ്ടെടുക്കാനായിട്ടുള്ള കാര്യങ്ങള് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താണ്? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. എന്താണ് മനസ്സിലായത്? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ എന്തായിരിക്കാം? എന്തായിരിക്കാം? നമ്മള് ബില്ലുകളൊക്കെ പേ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? മെഡിസിൻ വാങ്ങിക്കുമ്പോഴ്, അല്ലെങ്കിൽ എന്താണ് നമ്മള് റിസപ്ഷനിൽ പോയിട്ട് അല്ലെ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഫീ അടയ്ക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു കൗണ്ടർ ആണെങ്കിൽ, ഒരു കൗണ്ടറെ ഫീ അടയ്ക്കാനുള്ളൂ എങ്കിൽ എന്തായിരിക്കും? വളരെ തിരക്കായിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം കൗണ്ടറുകൾ അവിടെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അധികം തിരക്കില്ലാതെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അത് പോയി ഫീ അടച്ച ശേഷം അവർക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീ കളക്ഷൻ സോൺ ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ ദ പേഷ്യന്റ് വോളിയംസ്. അറിയാലോ എന്താണ് ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോഴായിരിക്കും ഡോക്ടർ ഇല്ല എന്നറിയുന്നത് അല്ലെ. അപ്പൊ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും വരാതെ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് എവിടെ ഉണ്ടാവണം? ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് ആണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്താണ്? എന്തായിരുന്നു ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം? ടോക്കൺ ഡിസ്പ്ലേ കാണിക്കുന്നത് അല്ലെ. ബാങ്കിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്നുണ്ട്, ക്യാഷ് കൗണ്ടറിന്റെ മുകളിലൊക്കെ. ഓക്കെ, അതുപോലെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കണം.
ഇനി മൾട്ടി ബ്ലഡ് കളക്ഷൻ ഓർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്. എന്താണ് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻസ്? നമ്മളിപ്പോ ലാബിലൊക്കെ പോകുമ്പോ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളക്ഷൻ കാര്യങ്ങൾ, കൗണ്ടറുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരെണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. പല ടൈപ്പില് നമ്മള് ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ ഒരെണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ബ്ലഡ് എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു സ്റ്റാഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളും അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ് adequate seating capacity, entertainment with TV, magazines or health education measures through leaflets, posters and magazines. എന്താണ് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പോ നമ്മുടെ നമ്പർ ആയിട്ടില്ല, നമ്മൾ ബുക്ക് ചെയ്തു, നമ്പർ ആയിട്ടില്ല ഡോക്ടറെ കാണാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യാ അവിടെ വെയിറ്റ് ചെയ്യോ അല്ലെ. നല്ല പ്രോപ്പർ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ചില ഹോസ്പിറ്റലുകളൊക്കെ പോയി കാണാൻ പറ്റും നമുക്ക്. നമ്മുടെ ടി വി കാണാൻ പറ്റും, ന്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ പല മാഗസീൻസ്, ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മാഗസീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ടി വി ആയാലും മാഗസീൻസ് ആയാലും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവരെ മൂഷിപ്പിക്കരുതല്ലേ നമ്മള്. എന്താണ് അവൾക്കൊരു ബോറടി പാടില്ല അല്ലെ. അപ്പൊ അതൊക്കെ വായിച്ചിരിക്കുമ്പോ എന്താണ് ടൈം പോകും, എന്റർടൈൻമെന്റ് ആണ് അല്ലെ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താണ് ഒ പി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാകും അല്ലെ. നമ്മളിപ്പോ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ചെന്ന് കാണുന്നത് ആരെയായിരിക്കും? ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്താണ് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോ ഒരു എന്താണ് നട്ടെല്ലിന് വേദനയായിട്ട് പോയി ഡോക്ടറെ കാണുന്നത് ആരെയായിരിക്കും? ഫസ്റ്റ് നമ്മൾ കാണുന്നത് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. ഇനി അവരാണ് പറയുന്നത് നമ്മൾ ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് കേട്ടോ. പ്രൈവറ്റിലും ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് ഡോക്ടറെ കാണണമെന്ന് ഈ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും പറയുന്നത്. ചിലപ്പോ അവര് പറയും ന്യൂറോ സർജറിയെ കാണാനായിട്ട്, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇവരായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ് ഓഫ് ഓവർ ക്രൗഡിങ്. എന്തായിരിക്കാം ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ക്യൂയിങ് തിയറി? അമിതമായിട്ട് തിരക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ക്യൂ പാലിക്കണം അല്ലെ. ക്യൂവിൽ നിൽക്കാനായിട്ട് അല്ലെ. ക്യൂവിൽ നിന്നുകൊണ്ട് ഡോക്ടറെ കാണണം നമ്മൾ. ഓക്കെ, പിന്നെന്താണ് അവോയ്ഡ് ക്യൂ ജമ്പിങ്, the act of going ahead of other people waiting in a line, something instead of waiting one's turn. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളൊക്കെ നല്ല രീതിയിൽ ക്യൂ പാലിച്ച് നിൽക്കുമ്പോൾ ചിലവര് വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ട് അല്ലേ. സംഭവിക്കുന്നതല്ലേ? സംഭവിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും? ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ ക്യൂ പാലിച്ചുകൊണ്ട് ഡോക്ടറെ കാണണം. ഇതൊക്കെ എന്താണ് മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്താനായിട്ടും മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ടും ഉള്ള കാര്യങ്ങളാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ ക്യൂ പാലിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കാണുന്നത് അത്ര നല്ല പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ക്യൂ പാലിച്ച് ഓവർടേക്ക് ചെയ്യാതെ എന്നിട്ട് വേണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട്. ഇനി എന്താണ് മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്താണ്? സമയനിഷ്ഠ പാലിക്കണം അല്ലെ. കൃത്യസമയത്ത് അവിടെ വരുന്ന സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും കൃത്യസമയം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി എന്താണ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്തായിരിക്കും?
റിഡ്രസൽ ഓഫ് പരാതികൾ പരിഹരിക്കണം അല്ലെ, അവിടെ വരുന്ന രോഗികൾക്കായാലും സ്റ്റാഫിനായാലും ഒ.പി.ഡി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പരിഹരിച്ചു പോകണം. ഇനി എന്താണ് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അതറിയാലോ, പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, നമ്മൾ പറഞ്ഞു അല്ലെ, പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിലുള്ള അവസ്ഥകളൊക്കെ, ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവര് ആദ്യം കണ്ടിട്ട് ചിലപ്പോ നമ്മള് ഡോക്ടറെ പിന്നീട് കാണേണ്ട അവസ്ഥകൾ വരാറുണ്ട് അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കീപ്പ് ചെയ്യണം, പാലിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ് ടു സോൾവിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞു കൊടുക്കോ? മനസ്സിലായവര്? മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ or diagnostic facilities, staffing them based on needs. പറഞ്ഞു തരണ്ടല്ലോ കൂട്ടുകാര്. ഓക്കെ, അച്ചോ ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ദ OPD. OPD-യിൽ സൂക്ഷിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡ്സ് ഏതൊക്കെയാണ്? OPD രജിസ്ട്രേഷൻ ഫോം എന്തായിരിക്കും? OPD രജിസ്ട്രേഷൻ ഫോം എന്തായിരിക്കാം? OPD രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫോം അല്ലേ? ഓക്കെ, ഇനി അഡ്മിഷൻ ഫോം. അഡ്മിഷൻ ഫോം എന്താ? അഡ്മിറ്റ് ആയ അല്ലെ ഡീറ്റെയിൽസ് കാര്യങ്ങള് അങ്ങനെ അടങ്ങുന്ന ഫോം കേട്ടോ. ഓക്കെ, പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ ഉള്ള ഫോമിനെയാണ് അഡ്മിഷൻ ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് മെഡിക്കേഷൻ റെക്കോർഡ്? അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാല്? മരുന്നുകൾ. വെരി ഗുഡ്. മരുന്നുകള് അല്ലെങ്കിൽ ഡ്രഗ്സ്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ആണ് ഇത് മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്തായിരിക്കാം? ഓർമ്മയുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി കൺസെന്റ് ഫോം എന്തറിയാലോ? കൺസെന്റ് ഫോംസ് സർജറി ചെയ്യുമ്പോ നമ്മളൊരു സമ്മതപത്രം എഴുതി കൊടുക്കണം അല്ലെ, അതാണ് കൺസെന്റ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. Every hospital must maintain in the medical records
relating to his or her indoor patient or a period of 3 years from the date of commencement of the treatment. എന്താണ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡോർ പേഷ്യന്റ് അറിയോ? ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിറ്റ് ആവുന്ന അല്ലെങ്കിൽ ഇൻപേഷ്യൻസിനെ പറയുന്നതാണ്. അഡ്മിറ്റ് ആയി അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് ഇൻഡോർ പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി കിടത്തി ചികിത്സിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ, അങ്ങനെ അഡ്മിറ്റ് ആയി അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകള് നമ്മൾ എത്ര ഇയേഴ്സ് സൂക്ഷിച്ചു വെക്കണം? 3 years വരെ ഹോസ്പിറ്റലില് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ കിടത്തി ചികിത്സിച്ച് നമ്മൾ ചിലപ്പോ അഡ്മിറ്റ് ആക്കുമല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കിടത്തി ചികിത്സിക്കുന്ന ഇൻപേഷ്യൻസിന്റെ റെക്കോർഡുകള്, മെഡിക്കൽ റെക്കോർഡുകള് 3 years വരെ നമ്മൾ ഹോസ്പിറ്റലുകളില് സൂക്ഷിച്ചു വെക്കണം. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അറിയോ എന്തിനു വേണ്ടിയിട്ടായിരിക്കാന്ന്? ഇല്ല. വീണ്ടും വരുമ്പോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും എൻക്വയറി? ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ മിസ് പറയാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാല്, ഇപ്പോ കിടത്തി ചികിത്സിച്ച ആ രോഗി പെട്ടെന്ന് മരണപ്പെട്ടു. ഓക്കെ, പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാല് ചിലപ്പോ പോലീസ് കേസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് കൊടുക്കണമല്ലോ. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കമ്പനിക്ക് രേഖകൾ പരിശോധിക്കേണ്ടതായിട്ട് വരില്ലേ? വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ റെക്കോർഡുകൾ നോക്കിയിട്ടാണ് അവര് പരിശോധനകൾ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 3 years. എന്തിനു വേണ്ടിയിട്ട്? 3 years ആ ഹോസ്പിറ്റലില് ഈ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. പോലീസിന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും എന്താണ് രേഖകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടോ ആണ് ഇങ്ങനെ ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്, ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് 3 years ആ ഹോസ്പിറ്റലില് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? എന്താണ് അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത്? അപ്പോ OPD സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ, ക്ലിനിക്കൽ റെക്കോർഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇൻഡോർ പേഷ്യന്റ് അല്ലെ, ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എത്ര ഇയർ വരെയാണ് ഹോസ്പിറ്റലുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ്. ഇനി മിസ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ. ഇനി നെക്സ്റ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോ OPD-യില് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അദ്ദേഹത്തെ പറയുന്നതാണ് OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അദ്ദേഹം അവിടെ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അറിയാലോ, വായിച്ചപ്പോ എന്താ മനസ്സിലായേ? OPD-യില് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ, OPD-യുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ. അതൊക്കെ എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഇൻസ്ട്രുമെന്റ്സുകള് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ്? ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട്, നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലില് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണോ പോവാറ്? നമ്മൾ മാത്രമാണോ പോവാറ്? അല്ലല്ലേ, പുറം രാജ്യത്ത് നിന്ന് വരാം അല്ലെ, ഫോറിനേഴ്സ് വരാം അല്ലെ, അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വരാം ഇല്ലേ? അപ്പൊ കുറെ അധികം ആളുകൾ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് നിന്നോ ഫോറിനേഴ്സോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആളുകള് നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ വന്നിട്ട് ചികിത്സ തേടാം. അപ്പൊ ആ പേഷ്യൻസിന് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ എന്താണ്
ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കുറെ അധികം ആളുകൾ വരാം അല്ലെ. അപ്പോ എന്താണ്, ഇവർക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്ലേസുകളൊന്നും അറിയണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പല ബംഗാളികളുണ്ട് അല്ലെ, ബംഗാളികള് അതുപോലെ പല ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് ചികിത്സ ചെയ്യണം. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഇവരെ കൺസൾട്ടേഷൻ നടത്തുന്ന ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല അവർക്ക്. അപ്പോ അവരെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ റൂം കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ആർക്കായിരിക്കും? OPD അസിസ്റ്റന്റിനാണ്. ക്ലിയർ ആയോ? പല ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാം, OPD ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാം പേഷ്യൻസ് ആയിട്ട്. അവർക്കൊന്നും ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ റൂമുകൾ അറിയാൻ പറ്റില്ല ഇവർക്ക്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ചിലപ്പോ മുതിർന്നവരായിരിക്കാം, അവർക്കും എന്താണ് സാധാരണ ജനങ്ങൾ അല്ലെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളായാലും മുതിർന്ന അപ്പന്മാർക്കോ അമ്മമാർക്കോ ഒന്നും ചിലപ്പോ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കില്ല. അപ്പൊ അവരെയും കൊണ്ടുപോയിട്ട് ഡോക്ടറെ റൂമൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയും OPD അസിസ്റ്റന്റിന്റേതാണ്. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് നോക്കിക്കോളൂ, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്സ്. ഞാൻ പറഞ്ഞു എന്താണ്, പല ആളുകള്, പല നാട്ടിലുള്ള ആളുകള് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാം അല്ലെ, OPD ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാം. അപ്പോ അവർക്ക് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അവരുടെ ലാംഗ്വേജിലേക്ക് നമ്മള് ട്രാൻസ്ലേറ്റ്, ഓരോ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അവർക്ക് മനസ്സിലാകുള്ളൂ എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക്. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ജോലികളും ചെയ്യേണ്ട ഉത്തരവാദിത്തം OPD അസിസ്റ്റന്റിന്റേതാണ്. ക്ലിയർ ആയോ? 3 പോയിന്റ് ഓക്കെ ആണോ? ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്സ് വരെയാണ് മിസ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണോ? 3 പോയിന്റ്സും. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? OPD-യില് ഇൻസ്ട്രുമെന്റ്സ്, ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരും. അപ്പൊ അവർക്ക് ഡോക്ടേഴ്സിന്റെ റൂം അറിയാൻ പറ്റില്ല, റൂമൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഭാഷയിൽ, പല ആളുകളും ഹോസ്പിറ്റലിലോട്ട് വരാറുണ്ട്, അവരുടെ ഭാഷയിൽ, അവരുടെ ലാംഗ്വേജിൽ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നോക്കിയേ, പാസിംഗ് കേസ് ഷീറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ OPD-യിൽ നിന്ന് ഒരാള് ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തു. ആ ഫിസിഷ്യൻ പറയണേന് നിങ്ങൾ ഒരു ENT-നെ കണ്ടോളൂ. എന്താണ്? ENT ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകണം അല്ലെ. ആ കേസ് ഷീറ്റ് എന്ത് ചെയ്യണം? അതർ ഡിപ്പാർട്ട്മെന്റിലോട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? OPD അസിസ്റ്റന്റിന്റേതാണ്. ഇനി എന്താണ്? explaining basic details like medicines, treatment and reasons for waiting to the patient. ഇപ്പോ ചില പേഷ്യൻസ് വന്ന് അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, കുറെ ആയിട്ടും ഡോക്ടേഴ്സ് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സിനെ കാണാതെ അവര് വിഷമിക്കുന്നുണ്ടാവും അല്ലെ. കുറെ നേരം ഡോക്ടറെ നോക്കി നിന്നിട്ട് ഡോക്ടർ വരാത്ത എന്താണ് എന്നുള്ളത് അവര് ചോദിക്കാറുണ്ട്. റീസൺസ് ഫോർ വെയിറ്റിംഗ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മെഡിസിന്റെ കാര്യങ്ങള്, നിങ്ങൾക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റുകൾ തരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും റീസൺസ് ഫോർ, ഡോക്ടറെ കാണാനായിട്ട് എന്താണ് വിഷമിക്കുന്നത്. ചിലപ്പോൾ റൗണ്ട്സിന് പോയിട്ട് വൈകുന്നതാവാം, പല കാരണങ്ങളാവാം, ചിലപ്പോൾ സർജറി ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങളാവാം ഡോക്ടർ വൈകുന്നത്. അപ്പൊ ഡോക്ടർ വൈകുന്നതിന്റെ കാരണങ്ങള്, മെഡിസിന്റെ കാരണങ്ങള്, ട്രീറ്റ്മെന്റ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് OPD അസിസ്റ്റന്റ് ആണ്. ഇനി എന്താണ്? അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ്. അവിടെ ചികിത്സിക്കുന്ന പേഷ്യൻസ് അല്ല, പുതിയതായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പോ അവരെ സഹായിക്കുന്നത്, മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നത് ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. ഇനി എന്താണ്? ഇൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്നറിയാലോ, സാറ്റിസ്ഫാക്ഷൻ എന്താ? സംതൃപ്തി അല്ലെ. അവരെ നല്ല രീതിയിൽ സംതൃപ്തിപ്പെടുത്തണം, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാം, അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അവരെ സംതൃപ്തിപ്പെടുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? അവരെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി, എൻഷുർ എന്ന് പറഞ്ഞാലും ഉറപ്പുവരുത്തുക, അതിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതും ഈ OPD അസിസ്റ്റന്റ് ആണ്.
ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അസിസ്റ്റന്റിന്റെ ജോബ് ഡ്യൂട്ടീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആണ്. ക്ലിയർ അല്ലേ? 7 കാര്യങ്ങളും വായിച്ചു നോക്കി. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം. സിസ്റ്റം നിങ്ങൾ നോക്കി അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോർഷനിലോട്ട് കിടക്കാം നമുക്ക്. എനിക്ക് ചെറിയൊരു പോർഷൻ കൂടിയുള്ളൂ. അതോടുകൂടി നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇനി ആരാണ് നോക്കി? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, also known as guest relation coordinator or guest relation specialist. ഓക്കെ, അപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ പറയുന്ന മറ്റ് 2 പേരുകളാണ് എന്ത്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്ററും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റും. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. ഗസ്റ്റ് റിലേഷനിൽ പറയുന്ന മറ്റൊരു പേരാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ആൻഡ് ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി who essentially greets. ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹം? എന്താണ്? കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ് അല്ലെ. കസ്റ്റമർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത്, അവിടെ വരുന്ന പേഷ്യൻസിന്. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അതിനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ പറയുന്ന മറ്റു 2 പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, പിന്നെ എന്താണ്? ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ്. കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു എംപ്ലോയി ആണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ജോബ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് നോക്കിയേ, ഗസ്റ്റ് റിലേഷൻ representative are available to assist patient and familiarity by answering questions, explaining hospital policies, customer service, and helping to resolve issues related to the hospital services. എന്താണ് ഇപ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഫാമിലിക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനോ എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ അവരെന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ? ഇല്ലേ? ചോദിക്കാറില്ലേ? അവിടെ കൊടുക്കുന്ന അവർക്ക് സംശയങ്ങൾ വരാം ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അതിന് ആൻസർ കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെയാണ്. കിട്ടിയോ? ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് ബൈ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. ഫാമിലിയോ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യന്റോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്? എക്സ്പ്ലെയിനിങ് ഹോസ്പിറ്റൽ പോളിസീസ്. ഹോസ്പിറ്റലിന് എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? ഹോസ്പിറ്റലിന് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പല ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഇനി എന്താണ്? കസ്റ്റമർ സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കസ്റ്റമർ സർവീസ്. നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പല ഇഷ്യൂകൾ ഉണ്ടാവാറുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പല പരാതികളോ അല്ലെങ്കിൽ പല ഇഷ്യൂസോ ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും
ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് പറയുന്ന അല്ലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലില് കൊടുക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് attend to enquiries requested by the guest, customers or foreign patients regarding facilities provided and everything else. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എവിടെയുള്ള പേഷ്യൻസ് മാത്രമല്ല, ഫോറിൻ പേഷ്യൻസും വരാം അല്ലെ. അപ്പൊ ഫോറിൻ പേഷ്യൻസ് വരുമ്പോ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ്, എന്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കിയേ. ചെക്ക് ഇഫ് adequate welcome facilities are available for everyone whose arrival is on the list. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ആരൊക്കെ വരാം? ഫോറിനേഴ്സ് വരാം, VIPs വരാം, സെലിബ്രിറ്റീസ് വരാം അല്ലെ. ഇല്ലേ? സാധാരണ ജനങ്ങൾ മാത്രമല്ലല്ലോ, VIPs വരാം, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് വരാം അല്ലെ. അങ്ങനെ പല ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അപ്പോ ആരാണോ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്, VIP ആവാം, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആവാം, സാധാരണ ജനങ്ങളാവാം അല്ലെ, അല്ലെങ്കിൽ ഫോറിൻ പേഷ്യൻസ് ആവാം, പല തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് പ്രകാരം ആരാണോ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് ആ ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങള് ചെയ്തു കൊടുക്കാം. ക്ലിയർ ആയോ? VIPs വരാം, സെലിബ്രിറ്റീസ് വരാം, പല തരത്തിലുള്ള ആളുകള് ഹോസ്പിറ്റലില് കൺസൾട്ടേഷൻ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ അവർക്ക് ഇപ്പൊ VIP ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് പോയിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റോ? അങ്ങനെ പറ്റോ? ഇല്ല. അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം ആരാണോ ഫസ്റ്റ് വന്നിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് സൗകര്യങ്ങള് ചെയ്തു കൊടുക്കാം. ക്ലിയർ ആയില്ലേ? 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. അറ്റൻഡ് ടു VIPs. VIPs എന്ന് പറഞ്ഞാല് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ചിലപ്പോ ചോദിക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ. എന്താ പറയുന്നത്? അവർക്ക് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വരുമ്പോ അല്ലെ, വെരി ഇമ്പോർട്ടന്റ് VIPs എന്ന് പറഞ്ഞാല് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. അവര് വരുമ്പോ അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ചിലപ്പോ തിരക്കുള്ളവരായിരിക്കും അല്ലെ. ഇപ്പൊ ഡോക്ടറെ കാണാൻ വരികയാണെങ്കിൽ ഇന്ന സമയത്താണ് ഡോക്ടർ വരുന്നത്. ഇപ്പൊ 10 മണിക്ക് ഡോക്ടർ വരുമ്പോ 10:05 തന്നെ എത്താം, അല്ലെങ്കിൽ 9:55 തന്നെ സാർ എത്തിയിരിക്കണം എന്ന് പറയാം. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് കുറെ മോർ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് മോർ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ്? മെയിൻറ്റെയിൻ a polite and humble personality while attending to the guest. എന്താണ് പൊളൈറ്റ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് പൊളൈറ്റ്? മര്യാദ. ഓക്കെ, ഹംബിൾ എന്താ? ഹംബിൾ എളിമ അല്ലെ. പൊളൈറ്റ് ആയിട്ടും ഹംബിൾ ആയിട്ടും അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റുകളോട്
പെരുമാറണം. നല്ല രീതിയിൽ അല്ലെ, നല്ല പേഴ്സണാലിറ്റിയിൽ വേണം അവരോട് പെരുമാറാനായിട്ട്. മര്യാദയും എളിമയോട് കൂടിയിട്ടും വേണം അവിടെ വരുന്നവരോട് പെരുമാറാനായിട്ട്. ഇനി നോക്കിയേ നെക്സ്റ്റ് പോയിന്റ്. Provide a detailed description of all the information that can be potentially asked for along with the document needed. ഇപ്പോ ചില പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ മരുന്നുമായിട്ട്, അവർക്ക് കൊടുക്കുന്ന മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഈ ജസ്റ്റിഫിക്കേഷൻ ഓഫീസറിന്റെയാണ്. അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയണം, എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണം, മരുന്നിനെ കുറിച്ചോ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചോ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് everything the guest might need and for to avoid a last minute rush. ഇനി നമ്മള് ഇപ്പൊ ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു, പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ആ ടൈമിൽ ആ സെക്കൻഡിലാവരുത് അയാളുടെ ഫയലുകൾ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10:30 ക്ലാസ് തുടങ്ങും അല്ലെ. അപ്പൊ നിങ്ങള് വീട്ടമ്മമാരായിരിക്കാം കൂടുതൽ പേര് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അവര് ഒരു 9 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെല്ലാ ജോലികളും കഴിഞ്ഞ് 10:30 ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ നേരത്തെ മുൻകൂട്ടി എണീറ്റ് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണം, നമ്മള് ഫുഡ് കഴിക്കണം അല്ലെ, പാചകം ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആ ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി ചെയ്യാൻ പറ്റുമോ? 10:30 ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ആ 10:30 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ അല്ലെ, ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? ഒരു പേഷ്യന്റ് വന്നു, അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ മാത്രമായിരിക്കരുത് നമുക്ക് അയാളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. റെക്കോർഡ് എടുക്കല്, അതുപോലെ ഡോക്യുമെന്റ്സ് എടുക്കല്, അയാളുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എടുത്തു വെക്കല് അപ്പൊ മാത്രം, ആ ടൈമിൽ ചെയ്യരുത്. അത് ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ പല തെറ്റുകൾ വരാം, നമ്മൾ പഠിച്ചില്ലേ, പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ലാസ്റ്റ് മിനിറ്റത്തേക്ക് ഓരോ കാര്യങ്ങളും വെക്കാതെ അപ്പൊ തന്നെ എന്താണ് കറക്റ്റ് ടൈമില് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കണം. അങ്ങനെയുള്ള ഡ്യൂട്ടിയും ഡിസ്ട്രിബ്യൂഷൻ ഓഫീസറിന്റെയാണ്. ഇനി എന്താണ്? ചെക്ക് ദ എമ്യൂണിറ്റീസ്. എമ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എമ്യൂണിറ്റി ഫെസിലിറ്റീസ് എന്നാണ് കേട്ടോ, സൗകര്യങ്ങള്. Check the amenities for their quality and proper provision to live on ground for complaints. എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസുകളിൽ അല്ലെ, എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യങ്ങള്. ഓക്കെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകള് ക്വാളിറ്റിയോട് കൂടിയിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയില് എന്തെങ്കിലും തകരാറുകള്, കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പരിഹരിച്ചു പോകണം. ക്ലിയർ ആയില്ലേ? അവിടെ കൊടുക്കുന്ന സർവീസില്, അതിലെ സൗകര്യങ്ങളില് എന്തെങ്കിലും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളതാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഈ അവിടെ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ക്വാളിറ്റിയോട് സംബന്ധിച്ച കുറവുകളോ അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടല്ല അവിടെ കൊടുക്കുന്ന സർവീസ് എങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പരിഹരിച്ചു പോവാം. ഇനി എന്താണ്? ensure maintenance of proper information in the database. നമ്മൾ പറഞ്ഞു എന്താണ്, പേഷ്യൻസിന്റെ ഡാറ്റകൾ എവിടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട്, തെറ്റുകൾ ഉണ്ടാവാത്ത രീതിയിൽ പ്രോപ്പർ ആയിട്ട് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്
ഉറപ്പുവരുത്തണം. ഇതാരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെയാണ്. ഇനി എന്താണ്? വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് with him whenever needed. അപ്പോ അവിടെയുള്ള മാനേജർ, ഹോസ്പിറ്റലിന്റെ മാനേജറുമായിട്ട് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ക്ലോസ് കോണ്ടാക്ട് ആവശ്യമാണ്. ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിലെ മാനേജറും ഗസ്റ്റ് റിലേഷൻ ഓഫീസറും തമ്മിലൊരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഇനി എന്താ? ഹാവ്, ലാസ്റ്റ് പോയിന്റ് ആണ്. ഹാവ് എ through knowledge of hospital, medical and non-medical departments and its functioning. നമുക്കറിയാം അല്ലെ, ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മെഡിക്കൽ നമുക്കറിയാം എന്താണ്, മെഡിക്കലും അതുപോലെ തന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാവാം? ഗസ് ചെയ്യാൻ പറ്റോ? നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഫിനാൻഷ്യൽ, ഇൻഷുറൻസ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാവാം? ഉണ്ടല്ലോ അഡ്മിനിസ്ട്രേഷൻ, വെരി ഗുഡ്. പിന്നെ ക്ലീനിങ് അല്ലെ, ഹൗസ് കീപ്പിംഗ്. ഓക്കെ, പിന്നെന്താ? ക്യാൻറ്റീൻ പറയില്ലേ? ക്യാൻറ്റീൻ വന്നൂടെ? വരില്ലേ? ക്യാൻറ്റീൻ വരില്ലേ? വരുമോ? ഓക്കെ, ഇതൊക്കെയാണ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മെഡിക്കലും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെയാണ്, ഇതിനെ കുറിച്ചുള്ള നോളജ് ആർക്കുണ്ടായിരിക്കണം? ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ക്ലിയർ ആണോ? ഈ പോയിന്റ്സ് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? 10th പോയിന്റോ? 10th പോയിന്റ് എന്താണ്? മാനേജറും അതുപോലെ തന്നെ ഇതാണോ പറയുന്നത്? വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത്. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും. സിമ്പിൾ പോയിന്റ് ആണല്ലോ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. 10th പോയിന്റ് റേഞ്ച് പോയോ? ഓക്കെ ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കരുത് കേട്ടോ. ഇത് ചെറിയ പോയിന്റ് ആണെങ്കിലും ചോദിക്കാം. എന്തായിരുന്നു 10th പോയിന്റ്? വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത്. ഓക്കെ, ലിസാനിനെ പറഞ്ഞിട്ടുണ്ട്. മാനേജർ ആയിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിലെ മാനേജറുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് ആർക്ക് ഉണ്ടാവണം? ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇനി എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫാമിലി, അവിടെ വരുന്ന പേഷ്യൻസിനായാലും ഫാമിലിക്കായാലും ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക, ഹോസ്പിറ്റലിലെ പോളിസി പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, അവിടെ ഫോറിൻ പേഷ്യൻസുകൾ വരാം അല്ലെ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് വരും. 3rd പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. സെലിബ്രിറ്റീസ് വരും, അതുപോലെ തന്നെ VIPs ഒക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ലിസ്റ്റ് പ്രകാരം ആദ്യം ആരാണോ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ലിസ്റ്റ് പ്രകാരമായിരിക്കണം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ VIPsന്, അവിടെ വരുന്ന VIPsന് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉണ്ട്, അതിന് മോർ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം, ശ്രദ്ധ കൊടുക്കാം. അതുപോലെ തന്നെ പൊളൈറ്റ് ആയിട്ട് അവിടെ വരുന്ന ഗസ്റ്റിനോട്, ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റിനോട് പൊളൈറ്റ് ആയിട്ടും ഹമ്പിൾ ആയിട്ടും പെരുമാറാം. പിന്നെന്താ പറഞ്ഞത്?
ഇപ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയോ അല്ലെങ്കിൽ മെഡിസിനെയോ കുറിച്ചൊക്കെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താണ് പറഞ്ഞത്, ആ ലാസ്റ്റ് മിനിറ്റത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു, അവര് വന്നു കഴിയുമ്പോഴെല്ലാം അവരുടെ റെക്കോർഡുകൾ എടുക്കുന്നത് അല്ലെ, അവര് വരുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, പ്രോപ്പർ ആയിട്ട് നല്ല സർവീസുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അപ്പോൾ തന്നെ ഇത് പരിഹരിച്ചു പോവാം. ഡാറ്റാബേസിലേക്ക് അല്ലെ കമ്പ്യൂട്ടറിലേക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ മാനേജറും ഗസ്റ്റ് റിലേഷൻ ഓഫീസറും തമ്മിൽ നല്ലൊരു ക്ലോസ് കോണ്ടാക്ട് വേണം. അതുപോലെ ഹോസ്പിറ്റൽ മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ബോധ്യം ഉണ്ടാവണം. ക്ലിയറായോ? ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ ഔട്ട് പേഷ്യന്റ്. ഓക്കെ, വായിച്ചു നോക്കണോ? ക്ലിയർ അല്ലേ ഓരോ കാര്യങ്ങളും? ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി നമുക്കൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റിൽ ഇനി ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഔട്ട് പേഷ്യന്റ് ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. മിസ്സിന്റെ പേജ് നമ്പർ ഇല്ല. ചാപ്റ്റർ നെയിം തന്നെയല്ലേ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? നേരാണോ ചാപ്റ്റർ? ഓക്കെ, ചാപ്റ്റർ നെയിം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, പേജ് നമ്പർ 45. ഓക്കെ, എന്താണ് ഇൻപേഷ്യന്റ്? ആരായിരിക്കാം? അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തും കൂടി പറയുന്നുണ്ട്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ചോദിക്കാം. Indoor patient department mentions the area of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from a outpatient department, emergency services and ambulatory care. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയോ അല്ലെങ്കിൽ എമർജൻസി സർവീസസ് വഴിയോ ഇത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ കൊണ്ടുവന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അല്ലെ. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോ ഡോക്ടറോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റോ അവരുടെ അസസ്മെന്റ് പ്രകാരം അവര് വിലയിരുത്തുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ആക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ അഡ്മിറ്റ് ആക്കും? അഡ്മിറ്റ് ആക്കി കിടത്താറുണ്ടല്ലേ? അഡ്മിറ്റ് ആക്കി കിടത്തും. ആ ഏരിയനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റോ എമർജൻസി സർവീസസോ അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാലും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തില് എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളെ ഡോക്ടറോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റോ അവരുടെ അസസ്മെന്റ് പ്രകാരം, ഡോക്ടറിന്റെയോ സ്പെഷ്യലിസ്റ്റിന്റെയോ വിലയിരുത്തൽ പ്രകാരം അഡ്മിറ്റ് ആക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി
ചികിത്സിക്കുന്ന ഏരിയ, അതിനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. An IPD, inpatient department, is a part of health care facility or hospital where the patient are admitted or over 24 hours. An IPD of the hospital is generally equipped with beds, medical equipments, and 24/7 availability of doctors and nurses. എന്താണ് നമ്മൾ IPD അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, രോഗികൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്നത് 24 hours കൂടുതലാണ്. ഓവർ 24 hours, 24 hours കൂടുതലാണ് അവിടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. ഇനി അവർക്കൊക്കെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവര് രോഗികളെ കിടത്തി ചികിത്സിക്കുമ്പോൾ എന്ത് കൊടുക്കണം അവർക്ക്? എക്യുപ്മെന്റ് വിത്ത് ബെഡ് അല്ലെ, കിടക്കാനായിട്ട് ബെഡ്, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? 24 hours, 24/7. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? 24/7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഫുൾ ടൈം. 24 എന്ന് പറഞ്ഞാല് 24 hours into 7. 7 എന്തായിരിക്കാം? വെരി ഗുഡ്, 7 days. ഓക്കെ, ഒന്നൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. 24/7 എന്ന് പറഞ്ഞാല് എന്താണ്? മീൻസ് എന്താണ്? 24 എന്ന് പറഞ്ഞാല് hours ആണ്, 7 എന്ന് പറഞ്ഞാല് days ആണ്. 24 hours-ഉം 7 days-ഉം ആരൊക്കെ അവിടെ അവൈലബിൾ ആണ്? ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്? രോഗികൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഓവർ 24 hours ആണ് അല്ലെ, 24 hours കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കിടക്കാനായിട്ടുള്ള ബെഡുകള്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ 24 hours-ഉം 7 days-ഉം ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് ഒന്ന് നോക്കിയേ. The duration of stay will rely on severity of the patient's illness. എന്താണ് സെവറിറ്റി എന്ന് പറഞ്ഞാല്? സെവറിറ്റി എന്താ? സിവിയറിറ്റി, സോറി സിവിയറിറ്റി കേട്ടോ. എന്തായിരിക്കും? The duration of stay will rely on severity of the patient's illness. ഓക്കെ, സിവിയറിറ്റി എന്ന് പറഞ്ഞാല് തീവ്രത. ഓക്കെ, മനസ്സിലായോ? തീവ്രത, അവിടെ കൊണ്ടുവരുന്ന രോഗിയുടെ രോഗം എത്ര തീവ്രമാണ് അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേ ഓഫ് ഡ്യൂറേഷൻ, അവിടെ കിടത്തി ചികിത്സിക്കുന്ന ആ ഡ്യൂറേഷൻ വരുന്നത്. ക്ലിയർ ആയോ? ആ പേഷ്യൻസിന്റെ രോഗത്തിന്റെ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് അവിടെ എത്ര ടൈം അവിടെ കിടക്കേണ്ടി വരും എന്നുള്ളത് നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്കറിയാലോ ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എമർജൻസി സർവീസ് വഴിയോ ഒരു രോഗിയെ കൊണ്ടുവന്ന് ഡോക്ടറോ സ്പെഷ്യലിസ്റ്റോ പരിശോധിച്ച് അവരുടെ അസസ്മെന്റ് പ്രകാരം അഡ്മിറ്റ് ആക്കുന്ന ഏരിയ, അതിനെയാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഓവർ 24 hours ആണ് രോഗിക്ക് കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്, ചികിത്സ. അതുപോലെ തന്നെ അവർക്ക് ബെഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും 24 hours
7 days അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ രോഗിയുടെ തീവ്രത അനുസരിച്ചിട്ടാണ്, സിവിരിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത, അതനുസരിച്ചിട്ടാണ് രോഗിയെ കിടത്തി ചികിത്സിക്കുന്ന ഡ്യൂറേഷൻ നോക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, നാളെ എടുക്കാം. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, താങ്ക് യു.